ഭാരതത്തിലെ ഒരു ഗ്രാമത്തിൽ ആദ്യമായി റെയിൽവേ ലൈൻ വരികയാണ്. ഭാരതത്തിൽ റെയിൽവേ വന്നിട്ട് ഒത്തിരി നാളായി. പക്ഷേ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് റെയിൽവേ വരുന്നത്. ഈ നാട്ടിൽ നിന്നും ഇതുവരെ ആരും ട്രെയിനിൽ കയറിയിട്ടില്ല. ഈ നാട്ടിൽ, ഈ ഗ്രാമത്തിൽ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. ഒരുപാട് വർഷമായി അദ്ദേഹം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ആരും കൂട്ടില്ല. യാദൃശ്ചികമായി അദ്ദേഹത്തിൻ്റെ പിറന്നാളിലെന്നാണ് ഈ നാട്ടിൽ നിന്നും ആദ്യത്തെ ട്രെയിൻ സർവീസ് തുടങ്ങുന്നത്. നാട്ടുകാർ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പിറന്നാളിലെന്ന് ഒരു സമ്മാനമായി ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കാമെന്ന്. അതിന് കാരണം ഈ അപ്പൂപ്പൻ ഒരുപാട് നാളായി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. വലിയ സന്തോഷങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതമാണ്. ഇനി എത്ര നാൾ ഈ അപ്പൂപ്പൻ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. ഈ നാട്ടിൽ നിന്നും ഇതുവരെ ആരും ട്രെയിനിൽ കയറിയിട്ടില്ല. ആദ്യമായിട്ടൊരു ട്രെയിൻ സർവീസ് വരുന്നു, അതും ഈ അപ്പൂപ്പൻ്റെ പിറന്നാളിൻ്റെ അന്ന്. അപ്പോൾ അവർ വിചാരിച്ചു ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കുക എന്നത് ഒരു നല്ല സമ്മാനമായിരിക്കുമെന്ന്, അദ്ദേഹത്തിന് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന്. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ഈ അപ്പൂപ്പന് ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഒപ്പം മറ്റൊരാളെ കൂടി വിടുന്നുണ്ട്. കാരണം അപ്പൂപ്പന് നല്ല പ്രായമുണ്ട്, ഒരു സഹായം ആവശ്യമാണ്. മാത്രമല്ല, യാത്രയ്ക്കിടയിൽ സംസാരിക്കാനും കമ്പനി കൊടുക്കാനും ഒക്കെ ഒരാളുണ്ടാവുന്നത് നല്ലതാണ്. അങ്ങനെ പിറന്നാളിലന്ന് ആദ്യമായി ആ നാട്ടിൽ നിന്ന് 2 പേർ ട്രെയിനിൽ കയറുകയാണ്. അപ്പൂപ്പനും അദ്ദേഹത്തിൻ്റെ സഹയാത്രികനും 2 പേരും വളരെയധികം എക്സൈറ്റഡ് ആണ്. 2 പേരും വളരെയധികം സന്തോഷത്തോടെയാണ് ട്രെയിനിൽ കയറിയിരിക്കുന്നത്. യാത്ര ആരംഭിച്ചു. ട്രെയിൻ കുറച്ച് ദൂരം കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവർ 2 പേരും അവരുടെ യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ട്. അവർ നന്നായി അവരുടെ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ട്രെയിനിനുള്ളിൽ ഒരു കച്ചവടക്കാരൻ വരുന്നത്. പുറത്ത് നല്ല ചൂടുണ്ട്, ഉച്ച സമയമാണ്. ഇയാൾ വിൽക്കുന്നത് ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പറഞ്ഞല്ലോ, ഇവർ 2 പേരും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഇവരിതൊന്നും കണ്ടിട്ടില്ല, ഇവരിതൊന്നും ഇതുവരെ കുടിച്ചിട്ടില്ല. അവർ ചുറ്റിനും നോക്കി, ബാക്കിയുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്. അവർ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ജ്യൂസും സോഡയും വാങ്ങിച്ച് കുടിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു കൊതി തോന്നി, ഇതെന്താണെന്ന് അറിയണ്ടേ. അതുകൊണ്ട് അവരും ഒരു കുപ്പി വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഒരു സോഡ വാങ്ങിച്ച് 2 പേർക്കും ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു, പകുതി പകുതി. അങ്ങനെ അവർ സോഡ വാങ്ങിച്ചു. പിന്നെ അവർ തമ്മിൽ തർക്കമായി, ആരാദ്യം കുടിക്കുമെന്നതിൽ. ഒടുവിൽ അപ്പൂപ്പൻ തന്നെ പിടിച്ചു വാങ്ങിച്ച് അതിൽ നിന്ന് സോഡ കുടിച്ചു. അദ്ദേഹം സോഡ കുടിച്ച് ഇറക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളയാൾ സോഡ പിടിച്ച് വാങ്ങിച്ച് കുടിക്കാനായി ഒരുങ്ങുകയാണ്. കൃത്യം ഈ സമയത്താണ് ട്രെയിൻ ഒരു ടണലിനുള്ളിൽ കയറുന്നത്, ഒരു ഗുഹയ്ക്കുള്ളിൽ കയറുന്നത്. അപ്പൂപ്പൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് കുടിക്കരുത്, അത് വിഷമാണ്. അത് കുടിച്ചാൽ കാഴ്ചശക്തി പോയി, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പാവ അപ്പൂപ്പൻ. അദ്ദേഹം വിചാരിച്ചു സോഡ കുടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കാഴ്ചശക്തി പോയതെന്ന്, അത് വിഷമാണെന്ന്. ചിലപ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. അപ്പൂപ്പൻ കുറച്ച് ബോധമുണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം പുറത്തുള്ള കാഴ്ചകൾ കണ്ടിരുന്നെങ്കിൽ ട്രെയിൻ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയത് തിരിച്ചറിഞ്ഞേനെ. നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ, നമ്മളും ഈ അപ്പൂപ്പൻ തന്നെയാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്ത് ചിലത് സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ സംഭവിക്കുന്നത് ആവശ്യമില്ലാതെ പേടിക്കുന്ന ആൾക്കാരാണ്, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ ടെൻഷൻ അടിക്കുന്ന മിക്ക കാര്യങ്ങളും ആവശ്യമില്ലാതെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ശരിയാണ്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ കണക്റ്റഡ് ആണ്, ചില സംഭവങ്ങൾ കണക്റ്റഡ് ആണ്. പക്ഷെ ആവശ്യമില്ലാത്ത കണക്ഷൻ സൃഷ്ടിച്ച് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്താണ്? ഒരല്പം ബോധമുണ്ടെങ്കിൽ നമുക്ക് ഈ അബദ്ധം സംഭവിക്കില്ല. ബോധമില്ലായ്മ, ഇതാണ് നമ്മുടെ ടെൻഷൻസിൻ്റെ റൂട്ട്, നമ്മുടെ ടെൻഷൻസിൻ്റെ വേര്. ബോധമില്ലാത്ത അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ബോധമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? തീർച്ചയായിട്ടും കമൻസിലൂടെ പങ്കുവയ്ക്കുക.